ശ്രീലങ്കൻ സ്വദേശിയായ രമ്യലത തൻ്റെ ഒരു ദിനം ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വീട്ടിലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുൻപിൽ മെഴുകുതിരി കത്തിച്ചും പുറത്തെ തിരുസ്വരൂപത്തിൽ പൂക്കൾ വെച്ചും അവർ അമ്മയെ അത്രമേൽ ഓരോ ദിനവും സ്നേഹിക്കുന്നു. ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്ന അവർ എന്തിനിത് ചെയ്യുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. 2022 മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന തരത്തിലുള്ള വൃക്കരോഗം രമ്യലതയിൽ സ്ഥിരീകരിക്കുന്നത്. ഇവരുടെ തന്നെ ബന്ധുക്കളിൽ പലർക്കും സമാനമായ രോഗം വന്നിട്ടുള്ളതിനാൽ തന്നെ ഇതൊരു പാരമ്പര്യ രോഗമാണെന്ന് കണ്ടെത്തി. രമ്യലതയ്ക്കും ഇടത് വൃക്കയിലായിരുന്നു ആദ്യം പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയത്. രോഗം ബാധിച്ച വൃക്ക നീക്കം ചെയ്യണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞ പ്രതിവിധി. 17 വർഷത്തോളം ഒരു സമർപ്പിത ബുദ്ധമത വിശ്വാസിയായി ജീവിച്ച രമ്യലത 2006 ഒരു കത്തോലിക്ക വിശ്വാസിയായ മോസസ് ഫെർണാണ്ടോയെ വിവാഹം ചെയ്തത്. എന്നാൽ ഒരിക്കൽ പോലും ഫെർണാണ്ടോ ക്രിസ്തുമത വിശ്വാസം സ്വീകരിക്കാൻ രമ്യലതയെ നിർബന്ധിച്ചിരുന്നില്ല. രോഗം തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ രമ്യയുടെ ഉള്ളിൽ വലിയ ശൂന്യത രൂപപ്പെട്ടു. ഈ സമയത്തായിരുന്നു ഇവരുടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു കത്തോലിക്ക സന്യാസിനിയും വലിയ അത്ഭുതം സംഭവിക്കാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണ മൂലമാണ് രമ്യലത യേശുവിനോടും പരിശുദ്ധ അമ്മയോടും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചത്. അതിനുശേഷം കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴായിരുന്നു വാസ്തവത്തിൽ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടത്. ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തണമെന്ന സാഹചര്യത്തിൽ നിന്നും അതിൻ്റെ ആവശ്യമില്ല എന്നും പൂർണ്ണമായും പ്രവർത്തനരഹിതമായ വൃക്ക വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്നുമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ആ സംഭവം രമ്യലതയെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു. അങ്ങനെ 2024 ഡിസംബറിൽ അവർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. തൻ്റെ രോഗം സൗഖ്യമാക്കിയ ഈശോയെയും പരിശുദ്ധ അമ്മയെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ജീവിതത്തിലെ ഓരോ ദിനവും ഉപയോഗപ്പെടുത്താൻ രമ്യലത അങ്ങനെ തീരുമാനമെടുത്തു. ഭാര്യയ്ക്ക് ലഭിച്ച അത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ച് ഭർത്താവായ ഫെർണാണ്ടോ പറഞ്ഞത് ദൈവമാണ് ഏറ്റവും വലിയ വൈദ്യൻ എന്നായിരുന്നു. നൊഗോംബോയിലെ മദർ ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ചിലെ സൺഡേ സ്കൂൾ പ്രിഫക്റ്റായ അവരുടെ 15 വയസ്സുള്ള മകൾ അമ്മയുടെ വിശ്വാസ ജീവിതം തനിക്കും പ്രചോദനമായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു.